ഇനി വിദേശത്ത് നിന്ന് വരുന്നവരുടെ കാര്യം എന്താണ് ഈ ഗവൺമെന്റ് അക്കാര്യത്തിൽ ചെയ്തത്? ഇവിടെ വന്നിറങ്ങിയാൽ ഏത് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്? PCR ടെസ്റ്റ് ആണോ, റാപ്പിഡ് ടെസ്റ്റ് ആണോ? PCR ടെസ്റ്റ് ആണെങ്കിൽ PCR ടെസ്റ്റിന്റെ കിറ്റുകൾ ഉണ്ടോ? 10,000-കണക്കിന് ആളുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുമ്പോൾ അവരെ പരിശോധിക്കാനുള്ള കിറ്റുണ്ടോ? കിറ്റ് ഇവിടെയുള്ളവരെ നോക്കാൻ തന്നെ ഇല്ല എന്നുള്ള പരിദേവനമാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റാപ്പിഡ് ടെസ്റ്റ് അക്സെപ്റ്റബിൾ ആണോ? അതിന്റെ ആക്യുറസിയെ കുറിച്ച് ഇപ്പോഴും സംശയം പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് അടക്കം. അപ്പോൾ ഇവിടെ വന്നിറങ്ങുന്നവര് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അവര് ഹോം ക്വാറന്റൈനിലേക്കാണോ വിടേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് തീരുമാനിക്കാൻ പോകുന്നത്? ഇപ്പോ പ്രഖ്യാപിച്ച രീതിയിൽ വിമാനങ്ങൾ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും നേരെ വീടുകളിലേക്ക് അയക്കാൻ കഴിയില്ല. ചുരുങ്ങിയത് 7 ദിവസം ക്വാറന്റൈൻ വേണ്ടിവരും. എല്ലാവരും വിമാനത്തിൽ ആരൊക്കെ വരുന്നോ അവര് മുഴുവൻ സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈനിൽ കഴിയണം. 7-ാം ദിവസമാണ് അവരുടെ കാര്യത്തിൽ PCR ടെസ്റ്റ് നടത്തുക. ആ ടെസ്റ്റിൽ നെഗറ്റീവായവരെ വീടുകളിലേക്ക് അയക്കും. PCR ടെസ്റ്റിന്റെ ഫലം പിറ്റേന്ന് തന്നെ കിട്ടും. പോസിറ്റീവായി ഫലം വന്നാൽ ചികിത്സക്കായി ആശുപത്രികളിലേക്ക് അയക്കും. വീടുകളിൽ പോകുന്നവര് തുടർന്നും ഒരാഴ്ചക്കാലം ക്വാറന്റൈൻ വീട്ടിൽ തുടരേണ്ടി വരും. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ക്വാറന്റൈനിൽ കഴിയുമ്പോൾ ആന്റിബോഡി ടെസ്റ്റ് വ്യാപകമായി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനാവശ്യമായ കിറ്റ് ലഭ്യമാകേണ്ടതുണ്ട്. 2 ലക്ഷം ആന്റിബോഡി ടെസ്റ്റ് കിറ്റിന് കേരളം ഓർഡർ നൽകിയിട്ടുണ്ട്. കൊച്ചി തുറമുഖം വഴിയും പ്രവാസികളെ കൊണ്ടുവരുന്നുണ്ട്. മാലിദ്വീപിൽ നിന്നും 2ഉം UAE-യിൽ നിന്നും 1ഉം കപ്പലുകൾ ഉടൻ വരുമെന്നാണ് അറിയുന്നത്. അതിനാൽ തുറമുഖത്തും ആവശ്യമായ സജ്ജീകരണം ഒരുക്കും. ഇത് സംബന്ധിച്ച് കൊച്ചി തുറമുഖ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. നാവികസേന അധികൃതരുമായി ചീഫ് സെക്രട്ടറി ഇക്കാര്യം സംസാരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ മറ്റ് സംസ്ഥാനക്കാരും ഉണ്ടായേക്കാം. അങ്ങനെയുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് അയക്കും. വിമാനത്താവളങ്ങളോടനുബന്ധിച്ചുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ മാത്രമല്ല വിദേശത്ത് നിന്നെത്തുന്നവരെ താമസിപ്പിക്കുക. അവരുടെ സ്വന്തം പ്രദേശങ്ങൾക്കടുത്തുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കും. സ്വന്തം പ്രദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ജില്ല, ആ ജില്ലയിലെ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇത്തരം സൗകര്യങ്ങളുള്ള 2.5 ലക്ഷം കിടക്കകൾക്കുള്ള സൗകര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതില് 1,63,000 കിടക്കകൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പര്യാപ്തമാണ്. ബാക്കിയുള്ളവ പൂർണ്ണ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വികേന്ദ്രീകൃതമായ ക്വാറന്റൈൻ സംവിധാനമാണ് ഉണ്ടാവുക. നമ്മുടെ സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ധാരാളം വീടുകളുണ്ട്. വലിയ സൗകര്യങ്ങളുള്ള വീടുകളാണ്. അത്തരം വീടുകളും വേണ്ടി വന്നാൽ
ക്വാറന്റൈൻ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 45,000-ലധികം PCR ടെസ്റ്റ് കിറ്റുകൾ സംസ്ഥാനത്തുണ്ട്. കൂടുതൽ കിറ്റുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം, ഇവിടെ ക്വാറന്റൈനിൽ വന്ന് താമസിക്കണമെങ്കിൽ അത് സ്വന്തം ചെലവിൽ നടത്തണം എന്നുള്ള ഒരു കാര്യം കൂടി കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? ആ പാവപ്പെട്ടവര് വേലാതിഥിയിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടുത്തെ ക്വാറന്റൈനിലെ പൈസ കൂടി അവര് കയ്യിൽ നിന്ന് തരണം എന്ന് പറയാൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ശമ്പളം കട്ട് ചെയ്തിട്ട് പൈസ എടുത്തുകൊണ്ടിരിക്കുന്നത്? ജീവനക്കാരുടെ ശമ്പളം കട്ട് ചെയ്തിട്ട് കോവിഡിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പണം ആർക്ക് വേണ്ടി ചെലവാക്കാനാണ്? അപ്പൊ മിനിസ്റ്റർ, ഈ ഒരാഴ്ചത്തെ ക്വാറന്റീനിന്റെ ചെലവിന്റെ കാര്യം എങ്ങനെയാണ്? കേരളം നേരത്തെ കേരളമായിരിക്കും അത് വഹിക്കുക എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാ പ്രവാസികളിൽ നിന്നും ഒരാഴ്ചത്തെ ക്വാറന്റീൻ ചെലവ് സ്വയം സർക്കാരിന് നൽകിക്കൊള്ളണം എന്നുകൂടി എഴുതി കൊടുത്തിട്ടാണ് കേന്ദ്രം അവരെ മടക്കയാത്രയ്ക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചത്തെ ക്വാറന്റീൻ ചെലവ് കേരളത്തിലെത്തുന്നവർ സ്വയം വഹിക്കണമോ അതോ സർക്കാരാണോ വഹിക്കുക? ഇപ്പൊ നമ്മളതിൽ ആലോചിച്ചത്, അവർ സ്വയം വഹിക്കണമെന്നൊക്കെ ഇതുവരെ നിർബന്ധിച്ചിട്ടില്ല. ചിലർ പറയും ഞങ്ങൾക്ക് ഇന്ന ഹോട്ടലായിരിക്കാം താമസിക്കേണ്ടത്, ഞങ്ങൾ സ്വയം ചെയ്തുകൊള്ളാം, അല്ലെ ഓൺലൈൻ ഫുഡ് ഞങ്ങൾ വാങ്ങിക്കൊള്ളാം എന്നൊക്കെ ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് തർക്കമില്ല. പക്ഷെ ഗവൺമെന്റ് അവർക്ക് മറ്റെല്ലാ സംവിധാനവും ഒരുക്കുകയാണ്. അപ്പൊ ശേഷിയില്ലാത്ത ആളുകളായിരിക്കും ഏറെ വരുന്നത്. അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കും, അക്കോമഡേഷൻ കൊടുക്കും, എല്ലാം കൊടുക്കും. അതല്ല കുറെ ഞങ്ങൾ തന്നെ ചിലത് ചെയ്തുകൊള്ളാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനുള്ള അവസരവുമുണ്ട്. തീർച്ചയായും ഇക്കാര്യത്തില് കേന്ദ്രം പറയുന്നത് പോലെ നിങ്ങൾ സ്വയമേവ വഹിച്ചുകൊള്ളണം എന്ന് ഒരു നിർബന്ധവും കേരള ഗവൺമെന്റ് എടുത്തിട്ടില്ല. കേരളം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സന്നദ്ധമായിട്ടാണ് നേരത്തെ തന്നെ കേന്ദ്രത്തിലെ അറിയിപ്പെല്ലാം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ആ കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ പ്രശ്നമേ ഇല്ല. ശ്രീ അബ്ദുൾ വഹാബ്, അത് ഏറ്റവും ഉചിതമായ ക്രമീകരണമല്ലേ? സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ചെലവ് വഹിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. എന്നാൽ അതില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് വേവലാതിയെ വേണ്ട, സർക്കാർ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അതുതന്നെയല്ലേ ഏറ്റവും ഉചിതമായ ക്രമീകരണം? ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ചിലപ്പോൾ സർക്കാർ വെച്ച സംഗതികൾ ചില ആൾക്കാർക്ക് സത്യത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷമാണ് ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നത്, അതല്ല സർക്കാരാണോ എന്നുള്ളത് ഉണർന്ന് ചിന്തിക്കാൻ പറ്റുന്ന കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.